ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായി വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച 3 ജനപ്രതിനിധികളിലൂടെ ചേലക്കര നിയോജക മണ്ഡലം ചരിത്രപരമായ രാഷ്ട്രീയ തിളക്കത്തിൽ. വ്യത്യസ്ത പാർട്ടികൾ, വ്യത്യസ്ത മണ്ഡലങ്ങൾ, പക്ഷേ ഒരു നാട് എന്നതാണ് ചേലക്കര നിവാസികൾക്ക് ഇപ്പോൾ ഒരേപോലെ അഭിമാനിക്കാൻ വക നൽകുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മണ്ഡലത്തിന് ഒരു മന്ത്രിയെയും 2 MLA-മാരെയുമാണ് ഒന്നിച്ച് ലഭിച്ചിരിക്കുന്നത്. സൗത്ത് കൊണ്ടാഴി സ്വദേശിയായ KA തുളസി കോങ്ങോട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ് പുതിയ സർക്കാരിൽ മന്ത്രിയായത്. കണ്ണോളിൽ വീട്ടിൽ പരേതനായ KK അയ്യപ്പൻ്റെയും അമ്മിണിയുടെയും മകളായ തുളസി മുൻപ് കോളേജ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ സഹധർമ്മിണിയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച UR പ്രദീപ് 3ാം തവണയാണ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പരേതനായ ശ്രീരാമൻ്റെയും ശാന്തയുടെയും മകനായി ജനിച്ച UR പ്രദീപ് മുൻപ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും വിവിധ പദവികളിലും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. KR പ്രവീഷയാണ് സഹധർമ്മിണി. TP കീർത്തന, TP കാർത്തിക് എന്നിവർ മക്കളാണ്. BJP സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി വിജയിച്ചാണ് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. അഹമ്മദാബാദിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ വ്യോമസേനയിലെ റിട്ടയർഡ് എയർ കമാൻഡർ MK ചന്ദ്രശേഖറാണ്. ഇദ്ദേഹത്തിന്റെ മാതാവ് വള്ളി. ചന്ദ്രശേഖറിന്റെ നാട് ദേശമംഗലം കൊണ്ടയൂരാണ്. അമ്മയുടെ നാടായതുകൊണ്ട് തന്നെ പ്രദേശത്തുകാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജീവ് ചന്ദ്രശേഖർ മാസത്തിലൊരിക്കലെങ്കിലും കൊണ്ടയൂരിലെ കുടുംബക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട്. അഞ്ജു ചന്ദ്രശേഖറാണ് സഹധർമ്മിണി. വേദിക ചന്ദ്രശേഖർ, ദേവിക ചന്ദ്രശേഖർ എന്നിവർ മക്കളാണ്. വ്യത്യസ്ത മുന്നണികളുടെ കരുത്തുറ്റ നേതാക്കളായ 3 പേരും ഒരേ ചേലക്കര മണ്ണുമായി ബന്ധമുള്ളവരാണെന്ന വാർത്ത പുറത്തുവന്നതോടെ വലിയ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ. ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ ചേലക്കരയുടെ സാന്നിധ്യം വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. You are watching VCV News.